ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണ് കുഞ്ഞപ്പ? നമ്മൾ എന്തായാലും കൂടെ പുലിക്കളി കാണാൻ പറയും, പുലിക്കളി കാണാൻ പോവാണ് കേട്ടാ. ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പുലിക്കളി വ്ളോഗാണ്. നമുക്ക് നേരെ പോയിട്ട് പുലിക്കളിയും കുറച്ച് വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം. പറിക്കണ അമ്മിന്റെ എന്റെ മോളും ഉണ്ട് ഇവിടെ. ഇത് എന്റെ കുഞ്ഞ ഹായ് പറഞ്ഞ മോള് പറയുന്നത്. പിന്നെ കാച്ചരട്ടോ പിന്നെ ഇതേ ഉള്ളത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അതാണ് നമ്മുടെ സാരഥിയാണ് ഓട്ടോറിക്ഷയുടെ. അപ്പോൾ ആൾ ഫ്രണ്ടിൽ ഞങ്ങൾ തയ്യാറായിരിക്കട്, ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. അപ്പം നമ്മൾ അവരും വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവർ ആ കാറിലാണ് പോകണം ഗൈസ്. കണ്ട ആ കാറിലും കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് ഗൈസ്. കണ്ട ആ കാറിലും കുറച്ച് പേര് പോകുന്നുണ്ട്. ഇതാണ്ട് കുഞ്ചാണ് ഗൈസ്, കുഞ്ചു. അപ്പോൾ അതേ എൻ്റെ മോളുണ്ട്. എൻ്റെ മോള് ഉറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത്. അവർ രണ്ടാളും ഹായ് തരാണ് എൻ്റെ മോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. ഉറക്കം വന്നിട്ടുള്ളൊരു മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പനെ അമ്മയും വരുന്നുണ്ട് ഗൈസ്. അമ്മ ജോയി കൊടുക്കുന്നു. അമ്മ ജോയി കൊടുത്ത് പറയും. അമ്മ ഹായ് പറയും. അപ്പോൾ നന്ദൂസ് എൻ്റെ വീഡിയോയിലേക്ക് നോക്കി ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിക്കും തിരക്കും ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് നോക്കാമെന്ന് വെച്ചോട്ടോ ഇവിടെ വയ്ക്കാം. അപ്പോൾ അതേ അവളെ പാപ്പൻ്റെ അമ്മാവനെയും കൈ പിടിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതേ അവിടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ശക്തനിൽ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ റൗണ്ടിലേക്ക് നടക്കണം. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് ഇവിടെ മറ്റേ പട്ടാളം റോഡ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളൊരു തൃശ്ശൂർപൂരം അപ്പോൾ അങ്ങനത്തെ പുലിക്കളി ദിവസങ്ങളൊക്കെ റൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വൈബായിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ കുറച്ച് ബാക്കിലാണ് നടക്കുന്നത്, മുന്നിൽ ഉള്ളത് കാരണം അവരത് മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് എൻ്റെ സൗണ്ട് അടഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. മൂക്കടഞ്ഞിരിക്കുന്നത് സമയത്താണ് ഞാൻ ഈ ഡബ് ചെയ്യുന്നത്. പിന്നെ ഓണം കഴിഞ്ഞൊരു എന്താ പറയുക, ആകെ വയ്യാതെ ഓണത്തിൻ്റെ കറക്കം വളർത്തൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ സൗണ്ടൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, കുറച്ച് അടഞ്ഞൊരു സൗണ്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ജയ്ഹിന്ദ് വഴി എത്തി. ഇവിടെ ജില്ലാ ഹോസ്പിറ്റലില്ലേ അവിടെ പോയിരുന്നു, അതിൻ്റെ ആ മൂലയ്ക്ക് പോയിരുന്നു. അതായത് സെൻറ്റ് തോമസ് റോഡിൽ അവിടെ പോയിരുന്നു. അവിടെ കുഞ്ചപ്പൻ്റെ അപ്പാപ്പൻ്റെ തോളത്ത് കയറിയിരിക്കുന്നുണ്ട്, അമ്മാവരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു തുടങ്ങാണ്, ഫസ്റ്റ് കാരണം വന്നു തുടങ്ങാണ് കേട്ടോ. ഞങ്ങളത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെന്താവും അങ്ങനെ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ കുറേ എന്താ പറയുക ടേബിൾസ് ഉണ്ടായിരിക്കും ഈ പുലിക്കളി. കുറേ ടേബിൾസ് ഉണ്ടായിരിക്കും. ഇതെന്ത് ടേബിളായിരുന്നു അടുത്തേക്കൊന്നും പറയട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് വെളിച്ചമായിരുന്നു. ഈ എല്ലാ ടേബിൾസും ഇരുട്ടത്ത് കാണാനാണ് നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റപ്പായിട്ടാണ് ഭയങ്കര വെള്ളം, അതിൻ്റെ മോൾക്ക് കൊടുക്കണ കുറുക്ക്, പാപ്പം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു കിടന്ന് നടക്കുന്നുണ്ട്. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് എൻ്റെ അമ്മ, ചേച്ചി, എൻ്റെ മോള്, പിന്നെ ഞങ്ങൾ അളിയൻ ഗോഗു അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്ന വഴിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പിള്ളേർക്ക് കളിപ്പാട്ടങ്ങൾ വേണം. ആ പിള്ളേരല്ലേ കളിപ്പാട്ടം കണ്ട വീഴും. ഞങ്ങൾ കുറേ നേരം നിന്നിട്ടാണ് ആ സാധനം നമ്മുടെ അടുത്തേക്ക് എത്തിയത്. അടുത്തേക്ക് എത്താറാകുമ്പോഴേക്ക് ഇരുട്ടായി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ബാക്കിലാണ്. നമ്മളൊന്ന് പോവാൻ നേരം വൈകി. നമ്മളൊരു 5 മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങും. ശരിക്കും 4 മണിക്ക് ഇറങ്ങിയാലാണ് നല്ല ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കറക്റ്റ് ഒരു ഫേസ് ഉണ്ടെങ്കിൽ സൂം ചെയ്തിട്ടാണ് ഞാൻ എടുക്കണം. അപ്പോൾ അതായത് ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു, എന്താ രാമൻ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിൽ. കുറച്ച് കറക്റ്റ് എനിക്കത് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു തീമിലുള്ളൊരു എന്താ പറയുക ടേബിളായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് തന്നെ 2 ടേബിൾസ്. അതുപോലെ പുലിക്കളി വളരെ വ്യക്തമായി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല.
അടുത്തത് പിന്നെ എന്താണ് അവരെ രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത്. അതൊരു എന്താ പറയുക, ഒരു തല, അതിനുള്ള പുലി നിൽക്കുന്നത്. അതിങ്ങനെ ഓരോ തീമുണ്ട്. അത് ഞാൻ കൊല്ലാട്ടം മനസ്സിലാക്കിയത്. അതായത് അവർക്ക് ഓരോ ടേബിളൊക്കെ, അതായത് ഒരു തീമിൽ ഒരു ടേബിൾ ഉണ്ടാക്കണം, പിന്നെ പുലികൾക്ക് നിൽക്കാനൊരു ടേബിൾ വേണം, പുലികളുടെ ടേബിൾ, അങ്ങനെ ഡിഫറെൻറ്റ് ഇതിലാണ് അവിടെ പ്രൈസ് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ഭയങ്കരമായി നിൽക്കുന്ന ഒന്നാണ് നാലോണം നാളിലെ പുലിക്കളി എന്ന് പറയുന്നത്. അത് അത്രയ്ക്ക് എന്താ പറയുക, ഭയങ്കരമാണ്. തൃശ്ശൂർക്കാർക്ക് മാത്രം സ്വന്തമായുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റേതായ രീതിക്ക് അതിൽ നല്ല എഫേർട്ടുണ്ട്. അച്ചടക്കത്തിനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലൂടെ 2 ടേബിളിൻ്റെ നടുക്കിലൂടെ നിറച്ച് പുലികൾ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ക്യാമറ കണ്ണുകൾ അവിടേക്ക് എത്തുന്നില്ല, പുലികളിലും എത്തി. അത്ര ആൾക്കാരൊക്കെ ഉണ്ട്, അത്രയും ആൾക്കാരാണ്. കണ്ടില്ലേ, കേട്ടോ, കുറച്ച് ആൾക്കാരാണ് അവിടെയൊക്കെ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പുലിനെ കാണാൻ വേണ്ടി എടുക്കണ വീഡിയോസ് സത്യത്തിൽ. പുലിയൊന്നും പെട്ടിട്ടില്ല, നിറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ പിന്നെ അതിൻ്റെ കൊട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് 2-3 എന്താ പറയുക ടീമിൻ്റെ കണ്ടു കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ടീമിൻ്റെയാണ്. അതിലും അതേ 2 സൈഡിലും പുലി നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ സരസ്വതി, അങ്ങനെ കുറച്ച് ദൈവരൂപങ്ങളാണ്. മഹാവിഷ്ണു, സരസ്വതി, ഗണപതി, അങ്ങനെ കുറച്ച് രൂപങ്ങൾ, ദൈവങ്ങളാണ് കേട്ടോ. നമുക്കൊന്നും വീഡിയോസ് കറക്റ്റായി കണ്ടത്. അപ്പോൾ ഗോപുതി ഉണ്ണിനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ റോഡിൻ്റെ. ഞങ്ങളെ തിരക്കിന്ന് കുറച്ച് ബാഗിലേക്ക് ഇറങ്ങി നിൽക്കണം. വേറെ ഒന്നല്ല, അമ്മയും ഗോപു, വിഷ്ണു എല്ലാവരും നിൽക്കേണ്ടത്, ചേച്ചിയാണെങ്കിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന് പുഴുകണ്ടാന്ന് വെച്ചിട്ട് തിരക്കിന്ന് കുറച്ചും കൂടെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാനും അതിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്തു, റൗണ്ട് അടിച്ച് ഫുൾ കാണാമെന്ന് വെച്ചു റൗണ്ട് കൂടെ. നമ്മൾ നടക്കാനായിട്ടാ, നമ്മളിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ നടന്ന് പറമ്പങ്കാവ് അമ്പലമില്ലേ, ആ വശത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വഴിയിൽ ഓരോന്ന് കാണാം. നിറച്ച് ഈ പ്രാവശ്യം 10-11 ടീമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടീമുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം ഞാൻ നടക്കണ വഴിക്കാണ് ഓരോന്നിൻ്റെ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. പിന്നെന്തായിരുന്നു, നരസിംഹ നോട്ടട്ടെ, എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. ഇതെന്തോ നരസിംഹത്തിൻ്റെ അങ്ങനെ എന്തോ ഒരു അവതാരമാണ്. ഇത് പിന്നെ ഇത് അടുത്ത ടീമിൻ്റെയാണ്. എന്തോ കാളയുടെയാണ്, കാളയല്ല, നമ്മൾ നന്ദികേശനാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് ഒന്നും ഓർമ്മ, ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കറക്റ്റ് അറിയണില്ല. നന്ദികേശനാണെന്ന് തോന്നുന്നുണ്ട്. ശിവൻ്റെ അടുത്ത് ആ ഒരു രംഗമാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നെ പങ്കാളിക്കിടരുത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കറക്റ്റ് പേര് അറിയില്ല, അതുകൊണ്ടാണ്. ഇത് അവരുടെ തന്നെ പുലി വണ്ടിയാണ്. പുലിക്ക് വേണ്ടി ഒരു ടേബിൾ പോലെ വണ്ടി ഉണ്ടാവും, ആ വണ്ടിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. കുറേ കുഞ്ഞു പുലികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിക്ക് കുറുക്കും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് കൊടുക്കാൻ വേണ്ടി നേരെ പാർക്കേ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകണം കണ്ടപ്പോൾ ഞാൻ എടുത്താണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് അത്ര ക്ലിയറില്ല, നമ്മൾ കുറച്ച് ലോങ്ങിൽ നിന്ന് എടുത്തത്. അങ്ങനെ നമ്മൾ പിന്നെ കുറേ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കവർ ചെയ്യാൻ പറ്റണ അത്രയും കവർ ചെയ്തു. പിന്നെ നമ്മളിത് എന്താ ടേബിൾ, സത്യത്തിൽ ഞാൻ പ്രാവശ്യം ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എന്താണ് ടേബിളിലുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല ഈ പ്രാവശ്യം. പിന്നെ ഞാൻ അവിടെ കുറേ ആൾക്കാരെ വേണ്ടി കാണിച്ചു തന്നതല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പുലികൾ പോകേണ്ടതാണ്, പക്ഷെ മനസ്സിലാവില്ല അത്ര അകലത്ത്. കാരണം പിന്നെ ഈ ഒരു ടേബിളിൽ എന്താ വ്യത്യാസം, എന്താ പ്രത്യേകത വെച്ചാൽ ഇതിൽ 2 സൈഡിലും പെൺപുലികളാണ് നിൽക്കണുണ്ടായിരുന്നത്. ഞാൻ അതൊന്ന് ജസ്റ്റ് കവർ ചെയ്താണ്, സൂം ചെയ്തിട്ട് പരമാവധി ഞാൻ പെൺപുലികളെ മനസ്സിലാക്കുവാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം 3 ടീമിനെ കണ്ട് പെൺപുലികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 1 ടീമിനായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം 3 ടീമിന് പെൺപുലികളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ഇതൊക്കെ എടുക്കാൻ പറ്റും. നിൽക്കണം മുകളിൽ തന്നെ ഈ സൈഡിൽ നിൽക്കുന്നത്. ഇത് പിന്നെ പറയണ്ട, പാർക്ക് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഓടിക്കളി ആയി തുടങ്ങി. ഞങ്ങളും കുറച്ച് നേരം അവരൊന്ന് ഫ്രീ ആയി അവിടെ ഓടി കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കളിക്കാൻ കേട്ടോ. ഒരാളോട് അതിൻ്റെ പിന്നെ ഒരു അനിയത്തിയോട്, എൻ്റെ മോൾക്ക് ഉറക്കം വന്നിട്ട് ഒത്തിരി വാശി കാണിച്ചിട്ടാണ്. അപ്പോൾ അമ്മ നടത്തി ഇങ്ങനെ ഉറക്കാൻ നോക്കുകയാണ്, എന്നാൽ ഉറങ്ങണമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു.
നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം പാപ്പും കൂടി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ വെച്ചാൽ പിള്ളേർ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കളിക്കണ സൈഡിലേക്ക് പോയി. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ വടക്കേ സൈഡിലാണ് എന്താ പറയുക പാർക്കിലെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലം. അതേ നന്ദു ചേച്ചി ഒഴുകി വരുന്നു, പിന്നാലെ കുഞ്ഞു ചേച്ചി ഒഴുകി വരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എൻ്റെ മോൾക്കും ഒന്ന് ഒഴുകാൻ തോന്നിയതേ കുഞ്ഞപ്പൻ അടുത്ത് ഒഴുകി വരുന്നു. അപ്പം ഞാൻ എൻ്റെ മോളെന്ത് ചെയ്യുക അവൻ വെച്ചിങ്ങനെ പതുക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ ഒഴുക്കായ അവളെ ഇരുത്താണ്ട് നമ്മൾ ദേഷ്യം പിടിക്കാം. അപ്പം അങ്ങനെയാണ് നമ്മളെ പിള്ളേർ പാൻറ്റൊക്കെ ഇട്ട് ഉള്ളിൽ ട്രൗസറൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പാർക്കിൽ കയറും ഒഴുകി കളിക്കുമെന്ന് അറിയാം, അവർക്കത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലെ ട്രൗസറൊക്കെ ഇട്ട് പോയി പാൻറ്റ് പുതിയ പാൻറ്റാണ് നശിപ്പിക്കണം കൊണ്ട് നമ്മളതൊക്കെ ഊരിയിട്ട് എന്ത് ചെയ്തു ഇതാക്കണം. നന്ദു വെച്ചാൽ ചുറ്റും നോക്കി നിൽക്കണം അടുത്തത് ഞാൻ എന്തിൽ കയറും എന്ന്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്കൊന്നും കാണാൻ പറ്റിയത് പുലിക്കളി. അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ മതിൽ സൈഡിൽ നിന്ന് കാണാമായിരുന്നു. ഇതൊരു പുലിവണ്ടി തന്നെയാണ് കേട്ടോ. എന്ത് ഇപ്പോഴാണ് ശരിക്കും പുലികളെയൊക്കെ നന്നായി കാണിച്ചു തരാൻ പറ്റിയത്. അത്ര നേരം നമ്മൾ ടേബിളിൽ മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുലിവണ്ടികൾ കണ്ടോ ഓരോ പുലീനെ നിർത്തിയിട്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പുലിയുടെ വലിയ തലയും ഒക്കെ വെച്ചിട്ട് നമ്മൾ നിൽക്കുന്നത് ഏകദേശം എന്താ പറയുക സ്വപ്നയുടെ അവിടെയാണ് ആ ഒരു ഭാഗത്തായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പുലിവണ്ടി ഒരെണ്ണം, അതിൽ 2 പുലികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഇതായിട്ട് ഞാൻ നന്നായി അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഇപ്പോൾ ഇത്ര ആൾക്കാരും തിരക്കും പിന്നെ ഇത്ര നേരം വൈകാനാണ് അതുകൊണ്ട് ഇത്തിരി തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്ന് കുറച്ച് നേരം പിള്ളേരവിടെ കളിക്കുന്ന നേരത്ത് ഞാൻ അത് വന്നെടുത്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ റൗണ്ട് മൊത്തം ചുറ്റിയിട്ട് നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് അറിയുമോ, ബാറ്റേർ അവിടെ എത്തി. അപ്പോൾ അവിടെ നിങ്ങൾ നേരെ ശക്തി കയറാം. പിന്നെ നമ്മുടെ വയനാട് മറ്റേ ആനയെ രക്ഷിച്ച ഒരു തീമിൽ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയുടെ ഇടയ്ക്ക് നടക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക പുലിക്കളി വിശേഷം. 4 നാളിന് തൃശ്ശൂരിൽ നടന്ന പുലിക്കളി വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുവിധം ഞാൻ കണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടൊരു നമ്മുടെ എന്താണ് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്ര ഞാൻ എൻ്റെ കൊണ്ട് പറ്റുന്നത്ര ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഓണം കഴിഞ്ഞതോടുകൂടി ഭയങ്കര വയ്യായ്കൾ പിടിച്ചതുകൊണ്ട് ഓണം കഴിഞ്ഞതോടുകൂടി നമ്മളും വയ്യാതായി കിടപ്പായിരുന്നു ഓണം കഴിഞ്ഞതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് വരാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഓണത്തിൻ്റെ കുറച്ച് വീഡിയോസ് പിടിപിടാന്ന് എഡിറ്റിംഗ് ഇടലായതുകൊണ്ട് തന്നെ ഇത് ഇടാൻ കുറച്ച് ഞാൻ ലാഗാക്കി വെച്ചു വയ്യാത്തതും എല്ലാം കാരണം. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് ഇടണം, കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു, എന്നാലും ഇന്ന് തന്നെ ഇടണം എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം കിട്ടുകയാണ്. ഇപ്പോഴത്തെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല, മൂക്കടപ്പ് മൂക്കൊലിക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വയ്യായിരുന്നു. അങ്ങനെ കോലൊക്കെ ഇങ്ങനെ ആയിരിക്കണം. അപ്പം നമ്മുടെ വീഡിയോ പുലിക്കളി ബ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ.